ഓൾ വെൽക്കം ടു സ്റ്റഡി ഇൻ PSC. ഇന്ന് നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ ഉടനെ വരും. കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് സ്റ്റഡി ഇൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാത്സിന് മാത്രമാണ് കോഴ്സ് ഉള്ളത്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ ടെലഗ്രാം ചാനലിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? K. കേളപ്പൻ. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം? ഗുരുവായൂർ സത്യാഗ്രഹം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാര്? ചട്ടമ്പി സ്വാമികൾ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി? വക്കം അബ്ദുൽ ഖാദർ. മലബാർ കലാപം ഉണ്ടാക്കുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയനാര്? VP മേനോൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏതു മേഖലയ്ക്കാണ്? കാർഷിക മേഖല. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നതാര്? സഞ്ജയ് മൽഹോത്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? V. രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിലാണ്? കാരക്കോറം. ധാതുക്കളുടെ കലവറ എന്നു വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? കബനി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം? ഗുജറാത്ത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? വിഴിഞ്ഞം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? പാമ്പാടുംചോല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? MB രാജേഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ടക്കായൽ. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? മംഗളവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം? നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? മീനങ്ങാടി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? കേരളം. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതി രചിച്ചത് ആര്? ശ്രീകുമാരൻ തമ്പി. 2024 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിലിനാണ്. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് E. സന്തോഷ് കുമാറിനാണ്. കൃതി തപോമയിയുടെ അച്ഛൻ. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി? ജൂലൈ 14, 2023.
മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീ. യുനെസ്കോ സാഹിത്യനഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം കോഴിക്കോട്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം കരൾ. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ. CT സ്കാൻ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി കാർവേ കമ്മിറ്റി. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1995. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുഖനക്ഷത്രം എന്നു വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ കോണ്ടൂർ. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം നീലഗിരി കുന്ന്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്ത. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PC ഗോപാലൻ. പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. അന്തരീക്ഷവായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവെത്ര? 78%. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? തെങ്ങ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ലോക വനദിനമായി ആചരിക്കുന്നതെന്ന്? മാർച്ച് 21. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ. സിങ്കിൻ്റെ അയിരേത്? കലാമിൻ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയം. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂള്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്? ISRO. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭു. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ബെൽഗാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിൻ ഇ കോഹ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെന്റിക് പ്രഭു. ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിന്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഇനാമൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം C. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? സുകൃതം. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ N. അനിൽകുമാർ. കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ലക്ഷദ്വീപ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം മാന്നാർ കടലിടുക്ക്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം?
ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം NW3 ആണ്. ബാക്കിയും കൂടെ ഒന്ന് പറയാം. NW1 ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അലഹബാദ് ഹാൽദിയ. NW2 ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സാദിയ ധൂബ്രി. NW4 ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കാക്കിനട പുതുച്ചേരി. ഇതും കൂടെ ഓർത്തു വെച്ചോണേ. കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു തോറിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല പ്രാഥമിക മേഖല. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേ. വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡ്. പറയുന്നവയിൽ ഏതു വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത്? 32ാം വകുപ്പ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് പാസാക്കിയത്? 2005. ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? 22 ജൂലൈ 1947. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ടുരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹർമൻ ഗുണ്ടർട്ട്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം 1891. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ധ്യാൻചന്ദ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരണങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി പെരിയാർ. 5 തിണകളിൽ നെയ്ത്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരം. സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉമണർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14. ത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ക്വാഷിയോർക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏതു വർഗത്തിൽപ്പെടുന്നു? വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ബോർഡറ്റല്ല പെർട്ടൂർസ്. ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? വേരിസെല്ല വാക്സിൻ. മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. പ്രസിൻ്റെ പ്രവർത്തന തത്വം ഏത്? പാസ്കൽസ് നിയമം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഫ്യൂഷൻ പ്രവർത്തനം. തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ലോക്പാൽ. ഭൂമിയുടെ ഉൾഭാഗത്തെ അകക്കാമ്പ് ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഖരം. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം 2012. ഇന്ത്യയിൽ GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ജാതിക്കുമ്മി. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന
65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ, വയോമിത്രം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏത്? ചിക്കൻ ബോക്സ്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? പെർനീഷ്യസ് അനീമിയ. ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? വയനാട്. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? 1949 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? മുടിയേറ്റ. നിബന്ധമാല എന്ന കൃതി രചിച്ചതാര്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? സി ബാലകൃഷ്ണൻ. തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? ജാതിക്കുമ്മി. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഗൗരി പാർവതി ഭായി. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചതാര്? സർദാർ KM പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ചു നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ആനി ബസന്റ്. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതാര്? കുമാര ഗുരുദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സന്റെ പുസ്തകം ഏത്? നിശബ്ദ വസന്തം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? കുന്തിപ്പുഴ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. ലോഹത്തിന്റെ അയിരാണ് കലാമിൻ സിങ്ക്. അഷ്ടമ നിയമം ആവിഷ്കരിച്ചതാര്? ന്യൂലാൻഡ്സ്. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജൻ, ഓക്സിജൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേത്? 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അരുണ ആസഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലു. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? BR അംബേദ്കർ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധത്തിന് ഒത്തുചേർന്നത്? റൗലത്ത് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കൽ ഒ ഡയറിനെ വധിച്ചു വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ്. വനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്?
തീരപ്രദേശം. കൊടങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? OM നമ്പ്യാർ. ഉപദേശ ശതകത്തിന്റെ കർത്താവാര്? ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? പൊയ്കയിൽ കുമാരഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാര്? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവാര്? അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? O ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം? ജീവകം D. എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്? PT ഉഷ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? O പോസിറ്റീവ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്? ശ്രീനാരായണ ഗുരു. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം? 500 സെക്കൻഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ്? ഫോമിക് ആസിഡ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ? P സതീദേവി. HS പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത്? ഭാഗം 4A. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? തൃശൂർ. നാസ ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസിയാണ്? അമേരിക്ക. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത്? ചെങ്കിസ് ഖാൻ. വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത്? 1498. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം? ഓറഞ്ച്. ടോക്കിയോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ജപ്പാൻ. കല്ലേൽ പൊക്കുടന്റെ ആത്മകഥ? കണ്ടൽ കാടുകളിലൂടെ എൻ്റെ ജീവിതം. എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത്? വൈറസ്. കേരളപ്പിറവി ദിനം നവംബർ 1. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏതു വസ്തു കൊണ്ടാണ്? ഡെന്റേൻ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? വിറ്റാമിൻ D. ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം? ORS ലായനി. പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളകളാണ്? കുരുമുളക്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ. വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു? ഊർജം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത്? ന്യൂക്ലിയസ്. അലൂമിനിയത്തിന്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക? ബോക്സൈറ്റ്. ഞാനതെന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരുകും. ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലിയേഫ് അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്? ഗാലിയം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഹംഫ്രി ഡേവി. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ജൂള്. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് ഊർജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? താപോർജം. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്ര? 340 മീറ്റർ/സെക്കൻഡ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ്? 3-ാം ചലന നിയമം.
ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ, ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. താഴെ പറയുന്നവയിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ആരുടെ രചനയാണ് ടാഗോർ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ രാസസൂത്രം CO2. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ. മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് ഹേബിയസ് കോർപ്പസ്. ഭരണഘടനയാണ് ഇന്ത്യൻ സംസ്ഥാന നയത്തിന്റെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അംഗീകരിച്ചത്. അമേരിക്കയും ഐറിഷും. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ അംബേദ്കർ. സംസ്ഥാന മൃഗം ആന. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം പയ്യന്നൂർ. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. റബ്ബറിന്റെ ജന്മദേശം ബ്രസീൽ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ അമർത്യ സെൻ. പുതിയ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈന. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. മാൻഡിൽ കോർ അതിർത്തിയെ വേർതിരിക്കുന്ന സംക്രമണ മേഖല ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഒരു പ്രദേശത്തിന്റെ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ നാമം ഹൈഗ്രോമീറ്റർ. 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. മിനി ഭരണഘടന എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികളിൽ ഏതാണ്? 2 മാത്രം. 42ാമത്തെ. മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. താഴെ പറയുന്ന കേസുകളിൽ ഏത് കേസാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടക സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത്? കേശവാനന്ദ ഭാരതി കേസ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. ചിക്കൻ ബോക്സിന്റെ രോഗകാരി ഒരു ഡാഷാണ് വൈറസ്. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. മനുഷ്യരിൽ പ്രോട്ടീനിന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ട്രിപ്സിൻ. 2024 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയത് വിക്ടർ ആംബ്രോസ് ഗാരി വുവുക്കൺ. തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി നവംബർ 12, 1936. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകനാര്? CV കുഞ്ഞിരാമൻ. എന്ന ആത്മകഥ എഴുതിയത് NN പിള്ള. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം സുവർണ ചകോരം. രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു സൾഫ്യൂരിക് ആസിഡ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്? കുഷ്ഠരോഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. മനുഷ്യനിൽ വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമേത്? നിശാന്തത. ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകാരം നൽകിയ വർഷം തിരിച്ചറിയുക. 2020 ജൂലൈ 29. കിഫ്ബിയുടെ പൂർണ്ണരൂപം കണ്ടുപിടിക്കുക. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസിഡറെയും തിരിച്ചറിയുക. മൃതസഞ്ജീവനി മോഹൻലാൽ.
കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം കണ്ടുപിടിക്കുക. 1998 ഡിസംബർ. മൂസിരസ് പൈതൃക പദവി പ്രദേശങ്ങൾ കേരളത്തിൽ ഏത് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു? എറണാകുളം, തൃശൂർ. മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ശ്വാസകോശം. മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ഏത്? കോൺ കോശങ്ങൾ. ഗോദാവരി നദിയുടെ പോഷക നദി ഏത്? ശബരി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില. ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റേത്? ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസം. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായി നവറോജിയുടെ പുസ്തകം ഏത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 14. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? MS സ്വാമിനാഥൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? കണ്ണൂർ. പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് മഴവിൽ. പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? ഊഞ്ഞാലിന്റെ ചലനം. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം ഏത്? സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. വിറ്റാമിന്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? വിറ്റാമിൻ എ. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? ഇടുക്കി. ഹാർവെ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രക്തചംക്രമണം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്? BR അംബേദ്കർ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? വൃക്ക. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം കാണാം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെയാണ്? PR ശ്രീജേഷ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? PT ഉഷ. വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇതാരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാര്? സുരേന്ദ്രനാഥ ബാനർജി. താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആത്മാറാം പണ്ടൂരംഗ്. നാവിക കലാപം നടന്നതെവിടെയാണ്? ബോംബെ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യമേത്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? 42ാം ഭേദഗതി. ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്വവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഭാഗം 4A. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? K. കേളപ്പൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഗൗരി പാർവതി ഭായ്. മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച
ഏതു യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യനഗര പദവി ലഭിച്ചത്? കോഴിക്കോട്. പുതിയ ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓം പ്രകാശ് ബിർള. ഓക്കെ, ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.